കൈക്കൂലി കേസിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകുന്ന വാർത്തകൾ നമ്മൾ നിരവധിയായി കേൾക്കുന്നു. അതിൽ മറ്റൊരു വാർത്ത ഇതാ. ശ്രീനാഥ് ഭാസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 2 ആഴ്ചക്കകം മറുപടി നൽകാൻ എക്സൈസിന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് താരത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ. ഇസ്രാഗിൻ വിവരങ്ങളാണ്. ഇരാഗിൻ, ഇപ്പോൾ ശ്രീനാഥ് ഭാസിയുടെ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് ഇതിലെ ഈ തസ്ലീമ എന്ന അവരുമായി ഫോണിൽ അവർ ഫോൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കഞ്ചാവ് കടത്തിന്റെ ആളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒഴിവാക്കിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശം? സിംഗിൾ ബെഞ്ചാണ് ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിച്ചത്. എക്സൈസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. 2 ആഴ്ചക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറുപടി നൽകണം എന്നതാണ് ആവശ്യം. അതിനുശേഷം തുടർന്ന് കേസ് കോടതി പരിഗണിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 2 പേരാണ് ആ കേസിൽ പിടിയിലായിട്ടുള്ളത്. ഒന്ന് ഫിറോസ്, അതോടൊപ്പം തന്നെ തസ്ലീമ. അതോടൊപ്പം ഇവർ പല സിനിമാ താരങ്ങൾക്കുമൊക്കെ ലഹരി കൈമാറാറുണ്ടെന്ന മൊഴി ഉണ്ടായിരുന്നു. അതിൽ ശ്രീനാഥ് ഭാസിയുടെ ഉൾപ്പെടെ കാര്യങ്ങൾ വന്നിരുന്നു. തുടർന്ന് എക്സൈസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ആന്റിസിപ്പേറ്ററി ബെയിൽ വന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ സൂചിപ്പിക്കുമ്പോൾ ഇത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കില്ല, ആരിൽ നിന്നും ലഹരി വാങ്ങിയിട്ടില്ല എന്നൊക്കെ തന്നെ ശ്രീനാഥ് ഭാസി പറയുമ്പോഴും അതിൽ പറയുന്ന ഒരു കാര്യം, ക്രിസ്റ്റീന എന്ന് പറയുന്ന ആൾ തന്നെ പരിചയപ്പെട്ടിരുന്നു. അത് തന്റെ ഫാനാണ് എന്ന് പറഞ്ഞാണ് പരിചയപ്പെട്ടത്. അവർ ഏപ്രിൽ 1 തന്നെ വിളിച്ചിരുന്നു. ഈ ക്രിസ്റ്റീന എന്ന് പറയുന്നത് തസ്ലീമ തന്നെയാണ് എന്നത് വ്യക്തമാണ്. എന്തായാലും ഈ ക്രിസ്റ്റീനെ വിളിച്ചിരുന്നു. ക്രിസ്റ്റീനെ വിളിച്ചിട്ട് സംസാരമധ്യേ അപ്രതീക്ഷിതമായി കഞ്ചാവ് ഉണ്ട്, വിൽപ്പനയ്ക്കുണ്ട് എന്ന് പറഞ്ഞു. തന്നെ കളിയാക്കുകയാണെന്ന് കരുതി അത് കട്ട് ചെയ്തു കോൾ. പിന്നീട് അതിനുശേഷം വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചു. അപ്പോഴും തന്നെ കളിയാക്കുകയാണെന്ന് കരുതി താൻ വെയിറ്റ് എന്ന് മെസ്സേജ് കൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഒരു തരത്തിലുള്ള ചാറ്റിനും റിപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ വിളിച്ചിരുന്നു എന്നുള്ള കാര്യവും ഈ താരം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ആന്റിസിപ്പേറ്ററി ബെയിലിൽ. ശരി, ഇസ്രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.